നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് വാല്യൂ നൽകുന്ന കുറച്ച് കഴിവുകളുണ്ട്. അതിൽ ചിലതാ പറയുന്നത്, നമ്മൾ സ്വയം അനലൈസ് ചെയ്യാനുള്ളൊരു കഴിവുള്ളവരായിരിക്കണം. സ്വയം അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച്, നമ്മളുടെ ശാരീരികമായും മാനസികമായും ഫൈനാൻഷ്യലി നമ്മൾ വർക്ക് ചെയ്യുന്നു, നമുക്ക് എത്രമാത്രം ഒരു നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളെവിടേക്കാണ് നമ്മളെ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ കഴിവുകൾ എവിടെ നമ്മൾ വിശകലനം ചെയ്യും, നമുക്ക് എത്രത്തോളം മാറ്റങ്ങൾ വരുത്തണം, നമ്മൾ എത്രത്തോളം നേടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ സ്വയം ഒരു വിശകലനം ചെയ്യുന്നുള്ള കഴിവുണ്ടാകുക. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അനലൈസ് ചെയ്യാൻ വളരെ മിടുക്കരാണ്. ഒരിക്കലും നമ്മളിലേക്ക് നോക്കുന്നില്ല. നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളവരായിരിക്കണം. അങ്ങനെ കഴിവുള്ളവർ വെച്ചാൽ മറ്റുള്ളൊരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ സംസാരം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ആവാനുള്ള കഴിവുണ്ടായിരിക്കുക. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് നമ്മളുടെ വാക്കുകൾ അവരെ മുറിവേൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ആ ആൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊന്ന് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ ഒരു വേദന മനസ്സിലാക്കിയിട്ട് അങ്ങനെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കാനുള്ള കഴിവ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന പോലെയല്ല, നമ്മൾ സ്വയം പഠിക്കുന്നതാണ് ഏറ്റവും നല്ല. സെൽഫ് ലേണിംഗ് ഈസ് ദ ബെസ്റ്റ് ലേണിംഗ് എന്ന് പറയും. നമ്മൾ സ്വയം പഠിക്കുമ്പോൾ നമ്മൾ നല്ലോണം പഠിക്കും. അതോടൊപ്പം നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾക്ക് ഒരുപാട് അറിവുകളുണ്ടാവും. അതുപോലെ നമ്മൾ സ്ഥിരത നിലനിർത്താനുള്ള കഴിവ്, കൺസിസ്റ്റൻസി. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ചില കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വളരെ മിടുക്കരാണല്ലേ. അപ്പോൾ ഒന്ന് ജിമ്മിൽ പോകാൻ തീരുമാനിക്കും. ഇപ്പോൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് നമ്മൾ 1-ാം തീയതി മുതൽ ജിമ്മിൽ പോകുന്നു, എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഒരാഴ്ചയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ, വളരെ ആക്റ്റീവായിട്ട് നമ്മളത് ചെയ്യും. പക്ഷേ അത് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പലർക്കും സാധിക്കാറില്ല. നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ്, അത് എന്ത് കാര്യമില്ല, പഠിക്കുന്നതായിക്കോട്ടെ, നമ്മളൊരു ഭാഷ സംസാരിക്കാൻ പഠിക്കാനൊക്കെ ആണെങ്കിൽ അതന്നെ കുറച്ച് കാലമൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷെ പിന്നീട് അത് പോകും. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി നിലനിർത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അങ്ങനെ കഴിവുണ്ടെങ്കിൽ മാത്രം തന്നെയാണ് നമ്മൾക്ക് എന്തും നേടാനുള്ളൊരു ആ ഒരു എന്താ പറയുക, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ. ഇത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ 2 ഘടകങ്ങളാണ്. മറ്റുള്ളവരെ സ്വാധീനിക്കാനും ആശ്വസിപ്പിക്കാനൊക്കെ കഴിയുന്ന വാക്കുകൾ, അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുള്ള വാക്കുകൾ ഉപയോഗിക്കാനുള്ള കഴിവ്. നമ്മുടെ വാക്കുകൾ എപ്പോഴും കുറച്ച് റോങ് ആവാതെ മറ്റുള്ളവർക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന വാക്കുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു കഴിവാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ സഹായം ചോദിക്കാനും സഹായം ചെയ്യാനുമുള്ള കഴിവ്. ഇത് രണ്ടും ജീവിതത്തിൽ അത്യാവശ്യമുള്ളൊരു കഴിവാണ്. അതുപോലെ ഏത് സാഹചര്യമാണെന്ന് മനസ്സിലാക്കുക, അത് ഏത് സാഹചര്യം ആയിക്കോട്ടെ അത് പരിഗണിക്കാതെ എന്ത് കാര്യവും ചെയ്യാനുള്ള കഴിവ്. അതിപ്പോൾ നമ്മൾ എല്ലാവരും എല്ലാ സാഹചര്യത്തിലൊന്നും ഒരു കാര്യങ്ങൾ ചെയ്യില്ല. ചില സ്പെഷ്യൽ സാഹചര്യത്തിനാണെങ്കിൽ അവർ മാറി നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോൾ അത് നോക്കാതെ ഏത് സാഹചര്യം ഏതുമായിക്കോട്ടെ നമ്മൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. അതുപോലെയാണ് നമ്മൾ സ്വന്തമായി പണം ഉണ്ടാക്കാനും അത് കുറച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, കുറേ പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, ചിലവഴിക്കുന്നു എന്നല്ല. പണം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ പലരും അങ്ങനെ ഒരു കഴിവില്ലാത്തവരായിട്ടാണ് മാറുന്നത്. നമ്മളുടെ ആവശ്യങ്ങളനുസരിച്ച് ചിലവഴിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ നമ്മളെ പരാജയത്തിന് ശേഷം നമ്മളൊരു സ്ഥലത്ത് വീണു എന്ന് വിചാരിച്ചോട്ടെ, നമ്മളെന്തെങ്കിലും കാര്യം ചെയ്തു തുടങ്ങിയിട്ട് അത് നമ്മൾ തോറ്റുപോയി എന്ന് അറിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും എണീറ്റ് ഓടാനുള്ള കഴിവ്, അല്ലെങ്കിൽ വീണ്ടും പരിശ്രമിക്കാനുള്ള കഴിവ്, അതൊരു വലിയ കഴിവാണ്. തോൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമാണല്ലോ, പക്ഷെ അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും പരിശ്രമിക്കുക എന്നുള്ളത് അതിലും വലിയ കാര്യമാണ്. അതുപോലെ നമ്മൾക്ക് സംസാരിക്കാനുള്ള, മറ്റുള്ളവരുടെ മുന്നിൽ കോൺഫിഡൻ്റായി സംസാരിക്കാനുള്ള കഴിവ്. അതിപ്പോൾ പ്രസംഗിക്കുക ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് ആളുകളുടെ മുന്നിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഗൗരവത്തോടെ അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻറ്റോടെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ഇമോഷൻ്റെ അടിസ്ഥാനമാക്കാതെ വസ്തുതയെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവുള്ളവരായിരിക്കണം. പിന്നെ നമ്മളെന്താ, പോസിറ്റീവും ഒപ്റ്റിമിസ്റ്റിക്കുമായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ നിലനിർത്താനുള്ള കഴിവ്. നമ്മൾ ശുഭാപ്തി വിശ്വാസികളായിരിക്കണം.
എപ്പോഴും പോസിറ്റീവായിട്ടും അങ്ങനെ നിലനിർത്താനെങ്കിലും ഒരു വലിയ കഴിവ് തന്നെയാണത്. അതുപോലെ നമ്മളെങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്? സമയം ചെലവഴിക്കുന്നതിന് നമ്മൾ എന്താ പറയുക, ഫലപ്രദമായി ചെലവഴിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മുടെ സമയം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതൊരു കഴിവ് തന്നെയാണ്. അതുപോലെ വായിക്കുക, ആ വായിച്ചത് മനസ്സിലാക്കുക, അത് ഓർമ്മയിൽ സൂക്ഷിക്കുക, അത് നടപ്പിലാക്കാനൊക്കെ ഉള്ള കഴിവ്. ചിലർ പറയും വായിച്ച് 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 ഭ്രാന്തായെന്നൊക്കെ ഉണ്ട്. പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് വായിക്കുന്നവർക്കും അത് മനസ്സിലാക്കുന്നവർക്കൊക്കെ അറിയാം. സോറി. അതുപോലെ നമ്മൾ തടസ്സങ്ങളെ പൊരുത്തപ്പെടാനും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ളൊരു കഴിവുള്ളവരായിരിക്കണം. നമ്മൾ തടസ്സം വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനും നമുക്കൊരു കഴിവുണ്ടായിരിക്കണം. അല്ലാതെ അതിനെ പേടിച്ച് ഓടുന്നവരായിരിക്കും. അതിനെ നേരിടാനുള്ള കഴിവുള്ളവരായിരിക്കണം. അതുപോലെ മറ്റുള്ളവർ പറയുന്നത്, നല്ല നല്ല അറിവുള്ള വ്യക്തികൾ പറയുന്നത് കേൾക്കാനും അവരിൽ നിന്ന് പഠിക്കാനും നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾ ഇവിടെ നിന്ന് എന്ത് കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അങ്ങനെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.